PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 ഹരിവരാസനം അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ചോദിച്ചാൽ ആർക്കാണ്? വീരമണിദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2025 ചോദിച്ചു കഴിഞ്ഞാൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇനി ഹരിവരാസനം പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ചോദിച്ചാൽ 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് സമ്മാനത്തുക എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. അത് ആരാണെന്ന് ചോദിക്കും. ആരാണ്? അമിത് ഷായാണ്. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് അമിത് ഷായാണ്. എപ്പോഴാണ് പ്രകാശനം ചെയ്തത്? 2024 ജനുവരി 2 പ്രകാശനം ചെയ്തത്. ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ എന്താണ് കണ്ടന്റ് പറയുന്നത്? കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയുടെ ഭൗമ സാംസ്കാരിക ഐക്യം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ്. പ്രകാശനം ചെയ്തത് അമിത് ഷായാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2025-26 വരെ നീട്ടിയ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ലക്ഷ്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ കർഷകർക്ക് റിസ്ക് കവറേജ് നൽകുക എന്നുള്ളതാണ്. 2025 മുതൽ 26 വരെ നീട്ടിയ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ലക്ഷ്യം എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ കർഷകർക്ക് റിസ്ക് കവറേജ് നൽകുക. അടുത്ത ചോദ്യം, CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ വിതുൽ കുമാർ ആണ് കേട്ടോ. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിതുൽ കുമാർ ആണ്. അപ്പോൾ UP കേഡറിൽ നിന്നുള്ള 1993 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ് വിതുൽ കുമാർ എന്ന് പറയുന്നത്. 2024 ഡിസംബർ 31 അനീഷ് ദയാൽ സിംഗ് വിരമിച്ചതിന് ശേഷമാണ് CRPFന്റെ ഒഫീഷ്യൽ ഡിജി ആയിട്ട് ആര് വരുന്നത്? വിതുൽ കുമാർ. അപ്പൊ CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിതുൽ കുമാർ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിന്റെ 23ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? കേരളത്തിന്റെ 23ാമത് ഗവർണർ ആരാ? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ 23ാമത് ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അപ്പൊ അവിടെ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജംദാർ. ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു അല്ലെ നമ്മുടെ ഗവർണർ. ഇപ്പൊ അദ്ദേഹം ആരാണ്? ബീഹാർ ഗവർണറായിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കാനായിട്ട് പോകുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായിട്ടാണ് ചുമതലയേൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, ഗുകേഷ് ഡി, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് 2024 ഏത് ദേശീയ കായിക അവാർഡാണ് ലഭിച്ചത് എന്നുള്ളതാണ് കേട്ടോ ചോദിക്കുന്നത്. ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡിന് അർഹരായവരാണ് മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, ഗുകേഷ് ഡി, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർ. അപ്പോൾ ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയാണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെയാണ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയാണ് ഏത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കായിക രംഗത്ത് അവർ നൽകിയിട്ടുള്ള മികച്ച സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. ഒരു ഒളിമ്പിക് പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ അത്ലറ്റായി മനു ഭാക്കർ ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ അത് ഓൾറെഡി ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ഒളിമ്പിക് പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ അത്ലറ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മനു ഭാക്കർ ആണ്. മനു ഭാക്കർ.
ഇനി ഹർമൻപ്രീത് സിംഗ് ക്യാപ്റ്റനായ ഇന്ത്യൻ ഹോക്കി ടീം ആഗോളവേദിയിൽ തുടർച്ചയായി 2ാം വെങ്കല മെഡൽ നേടി. അപ്പൊ ഹർമൻപ്രീത് സിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ഹോക്കി ടീം ഏത് മെഡലാണ് നേടിയത്? വെങ്കല മെഡലാണ് നേടിയത്. ഇനി ഗുകേഷ് ഡി അല്ലെ, 18കാരനായ ഗുകേഷ് ഡി ലോക ചെസ് ചാമ്പ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ലോക ചെസ് ചാമ്പ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഗുകേഷ് ഡി ആണെന്ന് ഓർത്തിരിക്കുക. 18 വയസ്സാണ് കേട്ടോ. ഇനി പാരീസ് പാരാലിമ്പിക്സിൽ T64 കിരീടം നേടിയ പാരാ ഹൈജമ്പർ പ്രവീൺ കുമാർ ആണ് അവാർഡ് ജേതാക്കളിൽ ഒരാൾ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, ഗുകേഷ് ഡി, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്കാണ്. അതിൽ നമ്മളൊരു ചോദിക്കുന്നത് മനു ഭാക്കർ ആയിരിക്കും. ഒരു ഒളിമ്പിക് പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ അത്ലറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മനു ഭാക്കർ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ പൊള്ളലേറ്റ പരിചരണത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു തകർപ്പൻ സംരംഭത്തിൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. ഓക്കെ, അപ്പൊ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ഏതാണ്? NVS-02 ആണ്. NVS-2 ആണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി 2025 ജനുവരിയിൽ 100ാം ദൗത്യം വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ ISRO ചെയർമാൻ മാറിയിട്ടുണ്ട്. നമ്മൾ ഇതേ അടുത്ത ചോദ്യമായിട്ട് അത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, യെസ്, അപ്പൊ അതും കൂടെ ഓർത്തിരിക്കണേ. ഇനി അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യൻ മണിലാലാണ് കേട്ടോ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യൻ മണിലാലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് 2020 എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് ഉണ്ടല്ലോ, നമ്മൾ എന്താണ് ബൊട്ടാണിക്കൽ ഗ്രന്ഥമായിട്ടുള്ള ഹോർത്തൂസ് മലബാറിക്കസ്, അത് ഇംഗ്ലീഷിലോട്ടും മലയാളത്തിലോട്ടും വിവർത്തനം ചെയ്തത് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യൻ മണിലാലാണ്. അപ്പൊ അദ്ദേഹമാണ് അടുത്തിടെ അന്തരിച്ചത്. പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായിട്ടുള്ള വ്യക്തിയാണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യൻ മണിലാൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? ഉത്തരം സമന്വയി ആണ് കേട്ടോ. പദ്ധതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സമന്വയി. അപ്പോൾ അതിദരിദ്രരല്ലാത്തവരും വയോജന ഭിന്നശേഷി സൗഹൃദവുമായിട്ടുള്ള നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് ഏത്? സമന്വയി. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാന്ന് ചോദിക്കാം. ആരാണ്? 60 വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങളും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. 60 വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങളും ഉൾപ്പെടുന്ന പദ്ധതിയാണ് സമന്വയി എന്ന് പറയുന്നത്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന 220 മെഗാവാട്ടിന് താഴെ ശേഷിയുള്ള ആണവ റിയാക്ടർ ഏതാണ് എന്നുള്ളതാണ്. ഭാരത് സ്മോൾ റിയാക്ടർ ആണ് കേട്ടോ. ഭാരത് സ്മോൾ റിയാക്ടർ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന 220 മെഗാവാട്ടിന് താഴെ ശേഷിയുള്ള ആണവ റിയാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാരത സ്മോൾ റിയാക്ടർ ആണ്. അടുത്ത ചോദ്യം, 2025 ജനുവരി 14 മുതൽ ISROയുടെ പുതിയ ചെയർമാൻ ആരായിരിക്കും എന്നുള്ളതാണ്. പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ ആണ്. ഡോക്ടർ വി നാരായണൻ ആണ് ISROയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ.
ചിത്രത്തിനായുള്ള ഓസ്കാർ അവാർഡ് 2025 പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് ഏതാണ്? ആടുജീവിതമാണ് മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ അവാർഡ് പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആടുജീവിതത്തിന്റെ സംവിധായകൻ ആരാണ്? ബ്ലെസ്സി ആണ്. ബ്ലെസ്സി, അതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് ബോട്ടിലിനു പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? പ്ലാസ്റ്റിക് ബോട്ടിലിനു പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലുള്ള ഒരു കേരള സ്റ്റാർട്ടപ്പ് ഉടൻ തന്നെ ഹില്ലി അക്വ എന്ന ബ്രാൻഡിലുള്ള പരിസ്ഥിതി സൗഹൃദ ജൈവ വാട്ടർ ബോട്ടിലുകൾ പുറത്തിറക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലിനു പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ സിക്കിം ആണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സിക്കിം ആണ്. സിക്കിം. 2025 ഏറ്റവും വിശുദ്ധമായ മഹാകുംഭമേള എവിടെയാണ് നടന്നത്? മഹാകുംഭമേള നടന്നത് പ്രയാഗ്രാജ് ആണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് 2025 ഏറ്റവും വിശുദ്ധമായ മഹാകുംഭമേള നടക്കുന്നത്. അടുത്ത ചോദ്യം, 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഓടക്കുഴൽ പുരസ്കാരം അല്ലെ, ഓടക്കുഴൽ അവാർഡ് 2023 ലഭിച്ചത് ആർക്കായിരുന്നു? PN ഗോപികൃഷ്ണനായിരുന്നു. കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന സമാഹാരത്തിനായിരുന്നു അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന സമാഹാരത്തിനാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ പറയുന്ന ബഷീറിന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 21 പുരസ്കാരം നൽകുന്നത്. ബഷീർ അവാർഡ് നൽകുന്നത് ജനുവരി 21 ബഷീറിന്റെ ജന്മദിനത്തിലാണ് നൽകുന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2025 ജനുവരി 15 150 വർഷം പൂർത്തിയാക്കുന്ന സർക്കാർ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ കാലാവസ്ഥാ വകുപ്പാണ് കേട്ടോ. ഇന്ത്യയുടെ കാലാവസ്ഥാ വകുപ്പാണ് 2025 ജനുവരി 15 150 വർഷം പൂർത്തിയാക്കുന്ന സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥി ആരാണ് എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? ഇന്തോനേഷ്യ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ആണ് കേട്ടോ. പ്രബോവോ സുബിയാന്തോ ഇന്തോനേഷ്യ പ്രസിഡന്റ് ആണ്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, എത്രാമത് ധനകാര്യ കമ്മീഷനാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ എത്രാമതാണ്? 16ാമത് ധനകാര്യ കമ്മീഷനാണ്. ഇനി ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഈ വർഷം നടന്ന ദേശീയ സീനിയർ പുരുഷ വോളിബോൾ ചാമ്പ്യന്മാർ ആരാണ്? ഈ വർഷം നടന്ന ദേശീയ സീനിയർ പുരുഷ വോളിബോൾ ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് കേരളമാണെന്ന് ഓർത്തിരിക്കുക. കേരളം. അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം ഓൾറെഡി ചോദിച്ചതാണ് PSCക്ക്. 2025 ജനുവരി 15 ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയ 3 തദ്ദേശീയമായി വികസിപ്പിച്ച കപ്പലുകളുടെ പേര് എന്ത് എന്നുള്ളതാണ്. INS നീലഗിരി, INS സൂറത്ത്, INS വാക്ഷീർ എന്നിവയാണ്. 2025 ജനുവരി 15 ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയ 3 തദ്ദേശീയമായി വികസിപ്പിച്ച കപ്പലുകളുടെ പേരാണ് INS നീലഗിരി, INS സൂറത്ത്, INS വാക്ഷീർ എന്നിവ. അടുത്ത ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് എവിടെയാണ്? കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസം
മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഏതാണ് എന്ന് ചോദിക്കും. കേരള ഹൈക്കോടതിയാണെന്ന് ഓർത്തിരിക്കുക. ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം നൽകിയ കോടതിയാണ് കേരള ഹൈക്കോടതി. ഈയിടെ വനനിയമ ഭേദഗതി പിൻവലിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. ഈയിടെ വനനിയമ ഭേദഗതി പിൻവലിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. അടുത്ത ചോദ്യം, 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി. 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി. അടുത്ത ചോദ്യം, കൂടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ റിയാക്ടർ വെസലുകൾ അയക്കുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ റഷ്യയാണ്. കൂടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ റിയാക്ടർ വെസലുകൾ അയക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. അടുത്തത്, 2025 റിപ്പബ്ലിക് ദിനത്തിൽ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? പത്മ പുരസ്കാരം ലഭിച്ചത് 5 മലയാളികൾക്കാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 5 മലയാളികൾ. ഇനി അത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവാണേ. 2025 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. MT വാസുദേവൻ നായർ. 2025 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് MT വാസുദേവൻ നായർ. മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്, നമുക്കറിയാം. അടുത്തത്, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് മുൻ ഹോക്കി താരം PR ശ്രീജേഷ്, പിന്നെ ജോസ് ചാക്കോ പെരിയപുരം. PR ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപുരം എന്നിവർക്കാണ് പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ. ഇനി പത്മശ്രീ 2025 ആർക്കൊക്കെയാണ് ലഭിച്ചത്? മലയാളികൾ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, കർണാടക സംഗീതജ്ഞയായിട്ടുള്ള ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, IM വിജയൻ, ഫുട്ബോൾ താരമായ IM വിജയൻ എന്നിവർക്കാണ് 2025 പത്മശ്രീ ലഭിച്ചത്. ഓക്കെ, അപ്പോൾ 5 പേരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 2025 5 പേർക്കാണ് പത്മ പുരസ്കാരം ലഭിച്ച മലയാളികൾ. 5 പേരാണ്. ആദ്യത്തെ ആള് പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർ. മരണാനന്തര ബഹുമതിയായിട്ടാണ്. പത്മഭൂഷൺ ലഭിച്ചത് 2 പേർക്കാണ്. മുൻ ഹോക്കി താരം PR ശ്രീജേഷിനും പിന്നെ ഹൃദ്രോഗ വിദഗ്ധനായിട്ടുള്ള ജോസ് ചാക്കോ പെരിയപുരത്തിനുമാണ് ലഭിച്ചത്. പത്മശ്രീ ലഭിച്ചത് 2 പേർക്കാണ്. ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ കർണാടക സംഗീതജ്ഞയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഫുട്ബോൾ താരമായിട്ടുള്ള IM വിജയൻ എന്നിവർക്കാണ് ലഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് വിക്ടർ അക്സൽസൺ ആണ് കേട്ടോ. ഡെൻമാർക്ക് താരം. ഇനി 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാന്ന് ചോദിച്ചാൽ അൻസെ യങ് ആണ്. ദക്ഷിണ കൊറിയ. ഓർത്തിരിക്കണേ, അൻസെ യങ്. അടുത്തത്, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ചോദിച്ചാൽ മാഡിസൺ കീസ് ആണ്. അമേരിക്കക്കാരിയാണ് മാഡിസൺ കീസ്. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ലഭിച്ചത് ആർക്കാണ്? യാനിക് സിന്നർ. ഇറ്റലിക്കാരനാണ് യാനിക് സിന്നർ. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ്? കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം എന്ന് പറയുന്നത് കേട്ടോ. കവചം എന്ന് പറയുന്നത് എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചാൽ 2025 ജനുവരി 21-നാണ്. 2025 ജനുവരി 21-ന് ഉദ്ഘാടനം ചെയ്തതാണ് കവചം. കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് എന്ത്? കവചം എന്ന് പറയുന്നത്. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം ഏതാണ്? ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത, അതായത് AI ഭരണകൂടമാകാനായിട്ട് ഒരുങ്ങുന്ന നഗരമാണ് അബുദാബി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്.
ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം ഏതാണ്? നമ്മൾ തൊട്ട് മുൻപ് കണ്ടു അല്ലെ, NVS-2 ആണ്. NVS-2 ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനം ചോദിച്ചാൽ GSLV F-15 ആണ് കേട്ടോ, GSLV F-15. ഇനി വിക്ഷേപണ തീയതി ചോദിക്കുകയാണെങ്കിൽ 2025 ജനുവരി 29-നാണ്. ഇതെല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. NVS-2 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-15. വിക്ഷേപണ തീയതി ചോദിച്ചാൽ 2025 ജനുവരി 29. ഇനി 2025-ൽ 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ രാജാ രാമണ്ണയാണ് കേട്ടോ. രാജാ രാമണ്ണ. അദ്ദേഹത്തിന്റെ ജന്മദിനം 1925 ജനുവരി 28-നായിരുന്നു. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു രാജാ രാമണ്ണ. രാജാ രാമണ്ണ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2024-ലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024-ലെ ഓടക്കുഴൽ പുരസ്കാരം K. അരവിന്ദാക്ഷനാണ്. 54ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് K. അരവിന്ദാക്ഷന് ലഭിക്കുന്നത്. നോവൽ ഏതാണ്? ഗോബ. ഗോബ എന്ന് പറയുന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം K. അരവിന്ദാക്ഷന് ലഭിക്കുന്നത്. 2023-ലേത് നമ്മൾ പറഞ്ഞു PN ഗോപികൃഷ്ണനാണ് ലഭിച്ചത് എന്ന് പറഞ്ഞു. കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന ആ ഒരു കൃതിക്ക് വേണ്ടിയിട്ടാണ് ലഭിച്ചത്. അടുത്തത് 2025-ലെ പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്ന നഗരം. പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹി ആണ് കേട്ടോ, ന്യൂഡൽഹി. ഭാഗ്യചിഹ്നം ചോദിക്കാം, തേജസ് ആണ്. തേജസ് താര എന്ന് പറയുന്ന ചെറുമാനുകളാണ് ഇതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. 2025-ലെ പ്രഥമ ഖോ ലോകകപ്പിന്റെ വേദി ന്യൂഡൽഹി ആണ്. ഭാഗ്യചിഹ്നം ചോദിച്ചു കഴിഞ്ഞാൽ തേജസ് താര എന്ന് പറയുന്ന ചെറുമാനുകളാണ് ഭാഗ്യചിഹ്നം എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം. അടുത്തത്, കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ, കൊൽക്കത്ത. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതിന്റെ 150ാമത് വാർഷികം 2025-ൽ ആഘോഷിച്ചു കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 2025-ല് 150ാമത് വാർഷികമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം, രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്താണ്? NPS വാത്സല്യ എന്ന് പറയുന്നതാണ് കേട്ടോ. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്ത്? NPS വാത്സല്യ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണേ. അടുത്ത ചോദ്യം, 2025-ലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂർ ആണ്. സിംഗപ്പൂർ. 2ാം സ്ഥാനം നേടിയത് ജപ്പാൻ ആണ്. ജപ്പാൻ. 2ാം സ്ഥാനം ജപ്പാൻ. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 85 ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് ഹെൻലി പാസ്പോർട്ട്. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? സിംഗപ്പൂർ ആണ്. 2ാം സ്ഥാനം ജപ്പാൻ ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 85 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദേശീയ യുവജന ദിനം. ദേശീയ യുവജന ദിനം ജനുവരി 12 ആണ്. ജനുവരി 12 നമുക്കറിയാം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് എന്തായിട്ട് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ദേശീയ യുവജന ദിനം ജനുവരി 12 ഓർത്തിരിക്കുക. 2024-ൽ നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആര് എന്ന് ചോദിക്കും. കേരളമാണ് ഉത്തരം കേട്ടോ. 2024-ൽ നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരളമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ AI സംവിധാനം ഒരുക്കിയ യുദ്ധക്കപ്പൽ ഏതാണ്? ഏതാ? INS സൂറത്ത് ആണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ AI സംവിധാനം ഒരുക്കിയ യുദ്ധക്കപ്പലാണ് INS സൂറത്ത് എന്ന് പറയുന്നത്. സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ
മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ മനുഷ്യനിർമ്മിത പേടകമാണ് പാർക്കർ സോളാർ പ്രോബ് കേട്ടോ. പാർക്കർ സോളാർ പ്രോബ് എന്ന് പറയുന്നതാണ് സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം. അടുത്തത് ഒരു പദ്ധതിയാണ് കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ പദ്ധതിയാണ് ഡി ഡാഡ് എന്ന് പറയുന്നത്. ഡി ഡാഡ് എന്ന് പറയുന്ന പദ്ധതി പോലീസിന്റെ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഡി ഡാഡ് എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2024 ലഭിച്ചവർ ആരൊക്കെയാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ ഡി ഗുഗേഷ് ആണ്, ലോക ചെസ് ചാമ്പ്യൻ. മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണ്. ഹർമൻ പ്രീത് സിംഗ് ഹോക്കി താരമാണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. അപ്പൊ 4 പേരുടെയും പേര് ഓർത്തിരിക്കുക. ഡി ഗുഗേഷ്, മനു ഭാക്കർ, ഹർമൻ പ്രീത് സിംഗ്, പ്രവീൺ കുമാർ. അപ്പൊ ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ ആണ്. മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണ്. ഹർമൻ പ്രീത് സിംഗ് ഹോക്കിയാണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. 2024 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം ആരാണ്? 2024 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് ആണ്. സാജൻ പ്രകാശ്. അടുത്തത് ദ്രോണാചാര്യ പുരസ്കാരം 2024 ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ ആരാണ്? ദ്രോണാചാര്യ പുരസ്കാരം 2024 ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകനാണ് എസ് മുരളീധരൻ. എസ് മുരളീധരൻ എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല ഏതാണ്? കിരീടം നേടിയത് തൃശൂർ ജില്ലയാണ്. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് തൃശൂർ ജില്ലയാണ്. 2ാം സ്ഥാനം പാലക്കാടും 3ാം സ്ഥാനം കണ്ണൂർ ജില്ലയുമാണ്. എവിടെയാണ് നടന്നത്? 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. തിരുവനന്തപുരം. അപ്പൊ കിരീടം നേടിയത് തൃശൂർ, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ, വേദിയായത് തിരുവനന്തപുരം എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള സ്പാഡെക്സ് എന്ന് പറയുന്ന ദൗത്യം ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 2024 ഡിസംബർ 30 ഇമ്പോർട്ടൻ്റ് ആണ്, വിത്ത് ഡേറ്റ് തന്നെ പഠിച്ചേക്കണം. 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള സ്പാഡെക്സ് എന്ന് പറയുന്ന ദൗത്യം ഇന്ത്യ വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30 വിക്ഷേപണ വാഹനം ഓർത്തിരിക്കുക PSLV C60 ആണ് കേട്ടോ. PSLV C60 ആണ് വിക്ഷേപണ വാഹനം. അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഡോക്കിംഗ് സംവിധാനമുള്ള 4ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഡോക്കിംഗ് സംവിധാനമുള്ള എത്രാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ? 4ാമത്തെ രാജ്യമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി ഭുവനേശ്വർ ആണ് കേട്ടോ. ഭുവനേശ്വർ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി ഭുവനേശ്വർ ആണ്, ഒഡീഷയിൽ. ഇനി ഈ പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നുള്ളതാണ് കേട്ടോ. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നുള്ളതാണ് 2025 പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം, ഇൻഡോർ ആണ് കേട്ടോ. ഇൻഡോറിലെ ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2025 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 2025 200ാമത് ജന്മവർഷം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ചോദ്യം, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്?
മിഴി എന്ന് പറയുന്ന പദ്ധതിയാണ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഏത്? മിഴി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? 78ാമത് സന്തോഷ് ട്രോഫി ലഭിച്ചത് പശ്ചിമ ബംഗാളാണ് കിരീടം നേടുന്നത് കേട്ടോ. പശ്ചിമ ബംഗാൾ ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? കേരളത്തെ പരാജയപ്പെടുത്തിയാണ് പശ്ചിമ ബംഗാൾ കിരീടം നേടിയത്. എവിടെയാണ് സന്തോഷ് ട്രോഫി നടന്നത്? ഹൈദരാബാദ് ആണ് കേട്ടോ, ഹൈദരാബാദ്. അപ്പൊ 78ാമത് സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാൾ. ആരെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്? കേരളത്തെ. വേദിയായത് ഹൈദരാബാദ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി 2025 എന്തിന്റെയൊക്കെ വർഷമായിട്ടാണ് ആചരിക്കുന്നത്? 2025 എന്തിന്റെയൊക്കെ വർഷമായിട്ടാണ് ആചരിക്കുന്നത്? സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷമായിട്ടും അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടും ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ടൊക്കെയാണ് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്നതാണ് ഹിമാനികളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. 2025 എന്തിന്റെയൊക്കെ വർഷമായിട്ടാണ് ആചരിക്കുന്നത്? സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ടൊക്കെയാണ് 2025 ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പദ്ധതി കേട്ടോ, കെ സ്മാർട്ട്. അടുത്തത്, 2024 നടന്ന അണ്ടർ 19 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ആരാണ്? 2024 നടന്ന അണ്ടർ 19 വനിതാ ഏഷ്യ കപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ കിരീടം നേടി. ആരാണ് കിരീടം നേടിയത്? നമ്മുടെ ഇന്ത്യയാണ് കിരീടം നേടിയത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ബംഗ്ലാദേശിനെയാണ് പരാജയപ്പെടുത്തിയത്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്താണ്? സുവർണ ഭാരത് പൈതൃകവും വികസനവും എന്നുള്ളതാണ് കേട്ടോ. 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? സുവർണ ഭാരത് പൈതൃകവും വികസനവും എന്നുള്ളതായിരുന്നു. അതിഥിയുടെ കാര്യം നമ്മൾ മുൻപ് പറഞ്ഞു, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സമഗ്ര ഗുണമേന്മ പദ്ധതിയാണ് കേട്ടോ. സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ 2025 ഇടം പിടിച്ച ഇന്ത്യക്കാരി ആരാണ്? ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ 2025 ഇടം പിടിച്ച ഇന്ത്യക്കാരിയാണ് പൂർണിമ ദേവി ബർമൻ. പൂർണിമ ദേവി ബർമൻ. അടുത്ത ചോദ്യം, ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെയിലാണ്. കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയിലാണ് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് കേട്ടോ. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. ഇന്ത്യയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദേശീയ ശാസ്ത്ര ദിനം. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. പ്രമേയം ചോദിക്കും. 2025 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? വികസിത് ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക. വികസിത് ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് 2025 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം. അടുത്ത ചോദ്യം, നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാന്ന് ചോദിക്കും. ഒഡീഷയാണ്. ഒഡീഷ. കേരളത്തിന്റെ സ്ഥാനം 15ാം സ്ഥാനമാണ് കേട്ടോ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷയാണ്. കേരളത്തിന്റെ സ്ഥാനം 15ാം സ്ഥാനമാണെന്ന് ഓർത്തിരിക്കുക.
അടുത്ത ചോദ്യം, 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ഗ്യാനേഷ് കുമാർ ആണ് കേട്ടോ, ഗ്യാനേഷ് കുമാർ. അടുത്തത്, സംസ്ഥാന തലത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത്. സംസ്ഥാന തലത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. 2ാം സ്ഥാനം നേടിയ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് കേട്ടോ. അപ്പൊ ജില്ലാ പഞ്ചായത്ത് മികച്ചത് കൊല്ലം, 2ാം സ്ഥാനം തിരുവനന്തപുരം. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം, 2ാം സ്ഥാനം കൊടകരയാണ് തൃശൂർ, 3ാം സ്ഥാനം നീലേശ്വരം കാസർഗോഡ്. ഓക്കെ, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം പെരുമ്പടപ്പ്, 2ാം സ്ഥാനം കൊടകര, 3ാം സ്ഥാനം നീലേശ്വരം. ഇനി മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം വെളിയന്നൂറാണ് കോട്ടയം, 2ാം സ്ഥാനം ഉഴമലയ്ക്കൽ തിരുവനന്തപുരം, 3ാം സ്ഥാനം മറ്റത്തൂർ തൃശ്ശൂരാണ്. ഇനി മികച്ച മുനിസിപ്പാലിറ്റി ചോദിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം ഗുരുവായൂരും, 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം ആന്തൂരാണ് കണ്ണൂരില്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം തിരുവനന്തപുരമാണെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, സ്വരാജ് ട്രോഫി എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പം മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാ? കൊല്ലം ജില്ലാ പഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ബജറ്റാണ് 2025-26 അവതരിപ്പിച്ചത്? എത്രാമത്തെയാണ്? 8ാമത്തെയാണ് അല്ലെ. അപ്പൊ അവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ട്. തുടർച്ചയായി കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ആര്? നിർമ്മല സീതാരാമൻ. 8ാമതാണ്. തുടർച്ചയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മല സീതാരാമൻ ആണ്. ഇടവിട്ടിട്ടൊക്കെ ആണെങ്കിൽ ടോട്ടലായിട്ട് മൊത്തം കൂടുതൽ അവതരിപ്പിച്ചത് 10 തവണ മൊറാർജി ദേശായി ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. 37ാമത് 2025 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തൃശൂരാണ്. ഇനി 38ാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ വോളിബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ ജേതാക്കൾ ആരാണ്? 38ാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ വോളിബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ ജേതാക്കൾ കേരളമാണെന്ന് ഓർത്തിരിക്കുക, കേരളം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ് കേട്ടോ, സുനിത വില്യംസ്. അടുത്തത്, റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഏതാണ്? റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് 1 ഇൻഡോർ മധ്യപ്രദേശ്, 2 ഉദയ്പൂർ രാജസ്ഥാൻ. ഇൻഡോറും ഉദയ്പൂറും ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, 2025 മുതൽ അന്താരാഷ്ട്ര ഹിമാനി ദിനമായി UN ആചരിക്കാൻ തീരുമാനിച്ചത് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു, മാർച്ച് 21-നാണ്. മാർച്ച് 21. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 ആണ്. 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കും. എന്താ? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 തീം എന്ന് പറയുന്നത്. പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് ആരാണ്? കേരളമാണ്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വനിതകളുടെ വോളിബോളിൽ സ്വർണ്ണ മെഡൽ നേടിയതും കേരളമാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടിയതും ആരാണ്? കേരളമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന് വേണ്ടി 3 സ്വർണം നേടിയ വനിതയുണ്ട്. അതാണ് ഹർഷിത ജയറാം. പേര് ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന് വേണ്ടി 3 സ്വർണം നേടിയ വനിത ആരാണ്? ഹർഷിത ജയറാം ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4-നാണ് ലോക ക്യാൻസർ ദിനം. ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ചോദിക്കും 2025 യുണൈറ്റഡ് ബൈ യുണിക് എന്നുള്ളതാണ് കേട്ടോ. യുണൈറ്റഡ് ബൈ യുണിക് എന്നുള്ളതാണ് പ്രമേയം. അപ്പോൾ
ഈ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതിന്റെ പേര് ഓർത്തിരിക്കുക. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്നതാണ് ജനകീയ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന ജനകീയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാ? ശുഭാംശു ശുക്ലയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടന്ന അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് കേട്ടോ. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? നിക്കി പ്രസാദ് ആയിരുന്നു കേട്ടോ. നിക്കി പ്രസാദ് ആയിരുന്നു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ടീമിലെ മലയാളി ക്രിക്കറ്റ് താരമായിരുന്നു VJ ജോഷിത. വയനാടുകാരിയാണ് VJ ജോഷിത. അപ്പൊ അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളിയാണ് VJ ജോഷിത. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ മലയാളിയാണ് ആര്? VJ ജോഷിത എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി ആരാ? പ്രൊഫസർ KP ശങ്കരൻ ആണ് കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ KP ശങ്കരൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സാധ്യതാ ചോദ്യങ്ങളുടെ ഒരു ക്ലാസ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സും കൂടെ എല്ലാവരും കണ്ട് പരീക്ഷയ്ക്ക് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.